സ്വാഗതം. സാധാരണക്കാരുടെ സാമ്പത്തിക പ്രയാസത്തിന് പരിഹാരമായി ആരംഭിച്ച മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ സംസ്ഥാനത്തെ 14 ലക്ഷത്തിൽ പരം തൊഴിലാളികൾക്ക് 2 മാസമായി വേതനം ലഭിക്കുന്നില്ല. ഈ സാമ്പത്തിക വർഷം 6 കോടി തൊഴിൽ ദിനങ്ങളാണ് കേരളത്തിന് കേന്ദ്രം അനുവദിച്ചത്. നിലവിൽ 8.5 കോടിയോളം തൊഴിൽ ദിനങ്ങൾ കേരളത്തിൽ പൂർത്തിയായിട്ടുണ്ട്. തൊഴിലാളികളിൽ 90% വരെ സ്ത്രീകളാണ്. സാധാരണക്കാർക്ക് വർഷത്തിൽ 100 ദിവസമെങ്കിലും തൊഴിലും അതിലൂടെ വരുമാനവും ഉറപ്പാക്കാനാണ് തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത്. ജോലിക്കെത്തി തൊഴിലാളികളുടെ മസ്റ്റർ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്താൽ 15 ദിവസത്തിനകം വേതനം നൽകാറുണ്ട്. തൊഴിലാളികൾ തൊഴിൽ ആവശ്യപ്പെട്ടാൽ നൽകണമെന്നും വേതനം വൈകിയാൽ നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടെന്നും തൊഴിലുറപ്പ് നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. സംസ്ഥാനത്ത് തൊഴിലുറപ്പ് പദ്ധതികളിൽ ഏറ്റവും അധികം നടന്നിരുന്ന പുല്ല് ചെത്തലും കാട് വെട്ടും ഒഴിവാക്കിയിട്ടുണ്ട്. പകരം മണ്ണ്, കൃഷി അനുബന്ധ മേഖലകളെ പരിപോഷിപ്പിക്കുന്ന ഉൽപാദനക്ഷമമായ പ്രവൃത്തികൾ ചെയ്യണമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലം ഉഴൽ, വിതയ്ക്കൽ, കൊയ്ത്ത്, ഭൂമി നിരപ്പാക്കൽ, തട്ട് തിരിക്കൽ എന്നിവയും അനുവദിക്കുകയില്ല. പൊതുഭൂമിയിലും സ്വകാര്യ ഭൂമിയിലും ജലസേചനത്തിനുള്ള കുളങ്ങൾ, കിണറുകൾ, പൊതുകുളങ്ങളുടെ പുനരുദ്ധാരണം, ജലസേചന ചാലുകളുടെ നിർമ്മാണവും പുനരുദ്ധാരണവും, ഫലവൃക്ഷ തൈകൾ നട്ടു പരിപാലിക്കൽ, നാളികേര കൃഷി വ്യാപിക്കാനുള്ള ഭൂമി ഒരുക്കൽ, കുഴികൾ തയ്യാറാക്കി തൈ നടീൽ, 2 വർഷത്തേക്ക് പരിപാലനം എന്നിവ ചെയ്യാവുന്നതാണ്. ജൈവവേലി, കാർഷികോത്പാദന സംഭരണ കേന്ദ്രം, പശുവിൻകൂട്, ആട്ടിൻകൂട്, കോഴിക്കൂട്, പന്നിക്കൂട് എന്നിവ നിർമ്മിക്കാവുന്നതാണ്. തീറ്റപ്പുൽ കൃഷി ചെയ്യാം. അസോള ടാങ്ക്, മത്സ്യകൃഷിക്കുള്ള കുളം എന്നിവയും നിർമ്മിക്കാവുന്നതാണ്. ജലസേചന വകുപ്പിൻ്റെ അധീനതയിലുള്ള കനാലുകളുടെ സംരക്ഷണ പ്രവൃത്തികൾ ജലസേചന വകുപ്പിൻ്റെ അനുമതി, സാങ്കേതിക സഹായം എന്നിവയ്ക്ക് വിധേയമായി തൊഴിലുറപ്പിൽ ഉൾപ്പെടുത്തി ഏറ്റെടുത്ത് ചെയ്യാവുന്നതാണ്. ഇത്തരം പദ്ധതി ഏറ്റെടുക്കുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ വാർഷിക മസ്റ്റർ സർക്കുലർ പ്രകാരമുള്ള വ്യവസ്ഥകളും പാലിച്ചിരിക്കേണ്ടതാണ്. അംഗൻവാടികളുടെ നിർമ്മാണം തൊഴിലുറപ്പ് പദ്ധതി വഴി ഗ്രാമപഞ്ചായത്തുകൾ ഏറ്റെടുക്കണമെന്നും അതിനൊപ്പം പോഷകാഹാരക്കുറവ് പരിഹരിക്കുവാൻ ഇവിടം കേന്ദ്രീകരിച്ച് പോഷക തോട്ടങ്ങൾ നിർമ്മിക്കേണ്ടതാണെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഓരോ ഗ്രാമപഞ്ചായത്തിലും ഒരേ സമയം 20 ജോലിയിൽ കൂടുതൽ അനുവദിക്കരുതെന്ന് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 10.5 കോടി തൊഴിൽ ദിനങ്ങളും അതിനുള്ള പദ്ധതികളുടെ ബഡ്ജറ്റും തയ്യാറാക്കിയ കേരളത്തിന് വലിയ തിരിച്ചടിയാകുന്ന തീരുമാനം നടപ്പാകുന്നതോടെ ഒരു കുടുംബത്തിന് 100 തൊഴിൽ ദിനങ്ങൾ എന്ന ലക്ഷ്യം നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടാണ്. സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്തുകളിൽ നിലവിൽ 13 മുതൽ 23 വരെ വാർഡുകളാണ് ഉള്ളത്. ഇപ്പോൾ എല്ലാ വാർഡുകളിലും ഒരേ സമയം വിവിധ ജോലികൾ നടക്കുന്നുണ്ട്. എന്നാൽ 20 മേൽ വാർഡുകൾ ഉള്ള പഞ്ചായത്തുകളിൽ ഏതെങ്കിലും 3 വാർഡുകളിലുള്ളവർക്ക് തൊഴിൽ നൽകാനാവില്ല. റൊട്ടേഷൻ പ്രകാരം ഇവരെ പിന്നീട് ഉൾപ്പെടുത്താനാകുമെങ്കിലും സ്ഥിരമായി കിട്ടിക്കൊണ്ടിരുന്ന തൊഴിൽ നിഷേധിക്കേണ്ടി വരും. 25,90,156 പേരാണ് കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിലെ ആക്റ്റീവ് വർക്കർമാർ. വടക്കേ ഇന്ത്യയിൽ സംസ്ഥാനങ്ങളിൽ തൊഴിലുറപ്പിൽ ഏറ്റെടുക്കുന്ന പദ്ധതികളിൽ പൂർത്തിയാകാത്തതുൾപ്പെടെയുള്ള പോരായ്മകളും ക്രമക്കേടുകളുമാണ് പുതിയ നിയന്ത്രണത്തിന് പിന്നിലെന്നാണ് കരുതുന്നത്. കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച മാർഗനിർദ്ദേശങ്ങൾ കേരളം പാലിക്കാറുണ്ട്.
മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പരിഷ്കരിച്ച പുതിയ രീതി പ്രകാരം വ്യക്തിഗത ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്ന പ്രവൃത്തികൾ വെട്ടിക്കുറച്ച് ഗ്രാമീണ റോഡ് നിർമ്മാണത്തിനാണ് ഊന്നൽ നൽകുന്നത്. മുൻകാലങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ആകെ ചെലവഴിക്കുന്ന തുകയുടെ 40% തുക അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ചുള്ള നിർമ്മാണത്തിന് ചെലവഴിക്കേണ്ടതാണ്. അതിൻ്റെ 10% മാത്രമേ റോഡ് പ്രവൃത്തികൾക്കായി വിനിയോഗിക്കുവാൻ കഴിയുമായിരുന്നുള്ളൂ. ആട്ടിൻകൂട്, കോഴിക്കൂട്, കാലിത്തൊഴുത്ത് നിർമ്മാണങ്ങൾ, മത്സ്യകൃഷിക്കുള്ള തടാകം, കുളം തുടങ്ങിയവ ഉൾപ്പെടെ 30% തുകയും വ്യക്തിഗത ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾക്കായി വിനിയോഗിക്കണമെന്ന കർശന നിബന്ധനകളുണ്ടായിരുന്നു. ഗുണഭോക്താക്കളായ വ്യക്തികൾ തന്നെ മുൻകൈ എടുത്ത് പദ്ധതി നടപ്പാക്കിയിരുന്നതിനാൽ കരാറുകാരുടെ ഇടപെടൽ സാധ്യത വളരെ കുറവായിരുന്നു. പുതിയ ഉത്തരവ് പ്രകാരം കോൺട്രാക്ടർമാരെ വച്ചുള്ള റോഡ് പ്രവൃത്തികൾക്കാണ് ഊന്നൽ നൽകുന്നത്. ഭൗതിക നിർമ്മാണത്തിൻ്റെ 30%വും റോഡ് പണികൾക്കും 10% മാത്രം വ്യക്തിഗത നിർമ്മാണ പ്രവൃത്തികൾക്കും ചെലവഴിക്കാവുന്നതാണ്. റോഡ് പണികളിൽ ഭൂരിപക്ഷവും റോഡ് കോൺക്രീറ്റും ഇന്റർലോക്ക് പാകലുമാണ്. കരാറുകാരുടെ മേൽനോട്ടത്തിൽ ചെയ്യുന്ന പണികളുടെ സിമന്റ് വിലയിലും ഇന്റർലോക്ക് സിമന്റ് കട്ടയുടെ വിലയിലും LSTD വർക്കുകളെക്കാൾ വളരെ കൂടിയ നിരക്കുകളാണ് നൽകുന്നതെന്ന് വ്യാപകമായ ആക്ഷേപമുണ്ട്. ആക്ഷേപം ശരിയാണെന്ന് പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും നടന്ന ഓഡിറ്റുകളിലും വ്യക്തമായിരുന്നു. എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതും അളവെടുക്കുന്നതും തുക അനുവദിക്കുന്നതുമെല്ലാം കരാർ ജീവനക്കാർ ആയതിനാലും മുകൾത്തട്ട് പരിശോധനാ സംവിധാനങ്ങൾ ഫലപ്രദമല്ലാത്തതിനാലും അഴിമതിക്ക് ഇടം നൽകാവുന്നതാണ്. 266 പ്രവൃത്തികളാണ് കേരളത്തിൽ ഏറ്റെടുത്ത് ചെയ്യാൻ കഴിയുക. ഇതിൽ സംസ്ഥാനത്തിന് അനുയോജ്യമായ ചില പ്രവൃത്തികൾ സംസ്ഥാന സർക്കാരിന് നടപ്പിലാക്കാവുന്നതാണ്. നിലവിൽ ഗ്രാമീണ റോഡുകളെല്ലാം തകർന്നിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റി ചർച്ച നടത്തിയാണ് പരിഷ്കാരം നടത്തിയിരിക്കുന്നത്. ഫണ്ടിൻ്റെ 60% തുക തൊഴിലാളികൾക്കുള്ള വേതനമായി ലഭിക്കണം. പ്രവൃത്തിക്കായി മാറ്റിവെക്കുന്ന ബാക്കി ഫണ്ട് വിനിയോഗിക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് തൊഴിൽ പരിഷ്കാരം നടപ്പിലാക്കാവുന്നതാണ്. എന്നാൽ കരാറുകാരെ മുൻനിർത്തിയുള്ള പ്രവൃത്തികളിൽ അഴിമതി നടന്നാൽ തൊഴിലുറപ്പ് പദ്ധതിക്ക് തന്നെ അത് ദോഷം ചെയ്യുമെന്നും കാണപ്പെടുന്നു. ആധാർ അധിഷ്ഠിത പ്രതിഫല സംവിധാനം കേന്ദ്രം നടപ്പാക്കിയതോടെയാണ് പലരും തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് പുറത്തുപോയത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത 27% തൊഴിലാളികളും ആധാർ അധിഷ്ഠിത പ്രതിഫല സംവിധാനത്തിന് അർഹരല്ല. ഇതിനാൽ തന്നെ ഇത്തരക്കാർക്ക് തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമാകാൻ കഴിയാത്ത സാഹചര്യമാണ്. ജോബ് കാർഡുമായി ആധാർ ലിങ്ക് ചെയ്യുക, ആധാർ കാർഡിലെയും ജോബ് കാർഡിലെയും പേരുകൾ ഒരുപോലെയാകുക, ബാങ്ക് അക്കൗണ്ടുമായി ആധാറിനെ ബന്ധിപ്പിക്കുക, നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ ഇത് ഉൾപ്പെടുത്തുക എന്നിവ ചെയ്താൽ മാത്രമേ ആധാർ അധിഷ്ഠിത പ്രതിഫല സംവിധാനം നടപ്പിലാകുകയുള്ളൂ. ഗ്രാമങ്ങളിലുള്ള തൊഴിലാളികൾക്ക് ഇതിന് പ്രാപ്യമല്ലാത്ത അവസ്ഥയാണ്. അതിനാൽ തന്നെ തൊഴിൽ നഷ്ടം ഇവരുടെ ജീവിതത്തെ കൂടിയാണ് ബാധിച്ചിരിക്കുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ വ്യക്തികൾ ജോലി ചെയ്ത ദിവസങ്ങളിലും വലിയ കുറവ് വന്നിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതി അന്യമാകുന്നതോടെ ഗ്രാമങ്ങളിൽ നിന്ന് കുടിയേറ്റം വർദ്ധിക്കുവാൻ കാരണമാകുമെന്നും കരുതപ്പെടുന്നു.